ഇന്നത്തെ ഭക്ഷണത്തിന് നല്ല സ്വാദുണ്ട്. സ്മൃതി ഇത്ര നന്നായി പാചകം ചെയ്യാൻ പഠിച്ചോ? അയ്യോ, ഇന്നത്തെ കുക്കിംഗ് ഞാനല്ലേ ചെയ്തതമ്മേ. പിന്നെ ഇതെല്ലാം ആരാ ഉണ്ടാക്കി? ഇതെല്ലാം ഈ വീട്ടിലെ പുതിയ മരുമകളുടെ കൈപുണ്യ. ഗോപികേച്ചിയാ ഈ വിഭവങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്ത്. എല്ലാം അസലായിട്ടുണ്ട് മോളെ. ശരിയാ, നന്നായിട്ടുണ്ട്. അച്ഛാ, ഞാൻ പറഞ്ഞ ഗോപിക. ആഹാ, നീ ആളും എടുക്കാനാണല്ലോ. ഏതായാലും എന്റെ മോന്റെ സെലക്ഷൻ മോശമായില്ല. ഗോപികയുടേത് നല്ല ജാതകമാണ്. ഋഷിയുടെയും ഗോപികയുടെയും ജാതകങ്ങൾ തമ്മിൽ ചേരില്ല. ഇവർ തമ്മിലുള്ള വിവാഹം നടന്നാൽ ഗോപികയ്ക്ക് വൈദവ്യ ദോഷം ഉണ്ടാവും. ഋഷി ഗോപികയെ വിവാഹം കഴിച്ചാൽ ഋഷിക്ക് അകാല മൃത്യു സംഭവിക്കും. അച്ഛാ, ഇതുകൂടെ കഴിക്ക്. മതി, വേണ്ട മോളെ, വേണ്ട. എന്നാ മതി മോളെ, കുറച്ച്. വേണ്ട. ഇങ്ങനെ പോയാലേ മിക്കവാറും ഞാൻ വയററിയാതെ ആഹാരം കഴിച്ചു പോവും. അമ്മ എന്താ ഒന്നും പറയാത്തത്? അമ്മയ്ക്ക് ഇഷ്ടമായില്ലേ? ആന്റി വന്ന് നമുക്കൊന്ന് പ്രദക്ഷിണം വെച്ചിട്ട് വരാം. അഞ്ജിതേ വാ. മോളെ, ഞാൻ വരുന്നില്ല. എനിക്ക് പെട്ടെന്ന് ഒരു വല്ലാത്ത കാലുവേദന. മോള് പോയി വലം വെച്ചിട്ട് വാ, ഞാനിവിടെ ഇരിക്കാം. ആന്റി തീരെ വയ്യേ? ഇത്തിരി വേദനയുണ്ട് മോളെ. കുറച്ചു നേരം ഇരുന്നാ ഇതങ്ങ് മാറിക്കോളും. ഇതുവരെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ ആന്റി. ആ ശ്രീകോവിലിന്റെ മുന്നിൽ കുറെ നേരം നിന്നില്ലേ, അതുകൊണ്ടായിരിക്കും. എന്നാ ആന്റി ഇവിടെ ഇരിക്കേ. അഞ്ജിതേ വാ, നമുക്ക് പോയി പ്രദക്ഷിണം വെച്ചിട്ട് വരാം. വാ. അയ്യോ മോളെ, ഇവളിവിടെ ഇരുന്നോട്ടെ. നീ പ്രദക്ഷിണം വെച്ചിട്ട് വരുമ്പോഴേക്കും ഞാൻ ഇവളെ കൊണ്ട് കാലൊന്ന് തിരുമിക്കാം. നന്നായിട്ടൊന്ന് തിരുമിയാ ചിലപ്പോ വേദന മാറിയാലോ. ചെല്ല്. ശരി ചേച്ചി പോയിട്ടോ. ശരി ആന്റി ഇവിടെ ഇരിക്കേ. എന്താ പെട്ടെന്നൊരു കാലുവേദന? അങ്ങോട്ട് പോടി. എനിക്കൊരു കാലുവേദന നടുവേദന ഒന്നുമില്ല. അത് ഞാൻ അവളോട് വെറുതെ പറഞ്ഞതാ. നീ ഇവിടെ ഇരിക്ക്, ഒരു കാര്യമുണ്ട്. ഒരുപക്ഷെ മാർക്കണ്ഡേയന് മരണം ഒഴിവാക്കി കൊടുത്തതുപോലെ എന്റെ ഋഷിയെയും മരണത്തിൽ നിന്ന് ഈശ്വരൻ രക്ഷിച്ചാലോ? എല്ലാ സത്യങ്ങളും ജാനകി മാഡത്തോട് തുറന്നു പറഞ്ഞാലോ? ഗോപികയ്ക്ക് ജാതകദോഷമില്ലെന്നും ഋഷിക്ക് അകാല മരണം സംഭവിക്കില്ലെന്നും മാഡത്തെ അറിയിച്ചാലോ? ദേവിക എന്താ ചിന്തിക്കുന്നേ? അതെ, ദൈവങ്ങൾക്കറിയാത്ത അത്ഭുതങ്ങളൊന്നും ഇല്ലല്ലോ. ഋഷിയെ ദൈവം കാത്തോളൂ. അമ്മേ,
അമ്മ പറഞ്ഞ എല്ലാ വഴിപാടുകൾക്കും ചീട്ടെടുത്തിട്ടുണ്ട്. ഇനി എന്തെങ്കിലും വേണമെങ്കിൽ തിരുമേനിയോട് ചോദിച്ചിട്ട് ചെയ്യാൻ പോണേ. എന്നാ നിങ്ങൾ തൊഴുത് പ്രദക്ഷിണം ചെയ്തിട്ട് വരൂ, ഞാനിപ്പോ വരാം. അയ്യോ എന്റെ കാലേ. ആന്റി, ഗോപികൻ ജാനകി മാഡം ഇവിടെ വന്നിട്ടുണ്ട്. ദേ, അവിടെ ശ്രീകോവിലിൽ കയറി അവര് തൊഴുതുകൊണ്ട് നിൽക്കുക. നിങ്ങൾ വാ, വന്നേ, രണ്ടാളും വന്നേ. ആന്റി, കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി അതിന്റെ പേരിൽ നമ്മൾ അകന്ന് നിൽക്കരുത്. നിങ്ങളുണ്ടെന്ന് ഞാൻ അവരോട് പറഞ്ഞു. ആ സ്ഥിതിക്ക് അവരെ കാണാതിരുന്നാൽ അത് മോശാണ്. ഗോപിക മാത്രമായിരുന്നെങ്കിൽ സാരമില്ലായിരുന്നു. പക്ഷെ ജാനകി മാഡം ഉള്ളപ്പോ നിങ്ങൾ എന്തായാലും വാ, വന്നേ, വാ മോളെ. വാ.